നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഒരാളുടെ രാഷ്ട്രീയ ഭാവി തീർക്കണമെങ്കിൽ പെണ്ണ് കേസിൽ പെടുത്തിയാൽ മതി, ഒരു ആരോപണം ഉണ്ടാക്കിയാൽ മതി. വയസ്സുകാലത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെല്ലാം അപഖ്യാതികളാണ് പറഞ്ഞത്. അത് അത് പറഞ്ഞവരുടെ വാസം പറഞ്ഞ അത് പറഞ്ഞവരുടെ നാക്കൊക്കെ പുഴുത്തു പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് ശരിയാണെന്ന് പോലും നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ മുൻ നികേഷ് കുമാർ പുതുപ്പള്ളിയിൽ വന്ന് പറഞ്ഞു കളഞ്ഞു. അങ്ങേരെ നാട്ടുകാരെല്ലാം കൂടി എടുത്ത് ഓടിച്ചു വിട്ടു. അങ്ങനെയുള്ള ഒരു കാലം നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ സ്ഥിതി ഇതാണ്. കേരളത്തിൽ പണ്ടൊരു മന്ത്രി എന്തോ ഒരു കോരനോ മറ്റോ പറഞ്ഞ ഒരു മന്ത്രി അങ്ങേരുടെ കാറിൽ 57 58 ഉള്ള കാര്യമാണ്. അങ്ങേരുടെ കാറിൽ ഒരു പെണ്ണ് കയറി ഒരു സ്ത്രീ കയറി എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ഇനി PT ചാക്കോയുടെ കാർ ഒരു അപകടത്തിൽപ്പെട്ടപ്പം ആ കാറിൻ്റെ അകത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ വലിയ പ്രശ്നം. അല്ലായിരുന്ന പ്രശ്നമില്ലായിരുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ ഈ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും വലിയ കുറ്റമായിട്ടാണ് നമ്മൾ കേരളത്തിലുള്ളവർ കാണുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ നമ്മുടെ സൂപ്പർ നേതാവ് ഇലോൺ മസ്കിന് ഒരു കുട്ടി കൂടെ ജനിച്ചിരിക്കുന്നു. 13ാമത്തെ കുട്ടി. ഏതോ ഒരു സ്ത്രീയിൽ അദ്ദേഹവുമായിട്ട് എന്തോ തരത്തിലുള്ളൊരു ബന്ധമുണ്ട്. വിവാഹം കഴിച്ചതൊന്നുമല്ല. അപ്പോൾ 5 മാസമായി കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടിയെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം ടാബ്ലോയിഡൊക്കെ പ്രസിദ്ധീകരിക്കുമെന്ന് വന്നതുകൊണ്ടാണ് ഇത് പുറത്ത് പറയുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മസ്ക് ചെറിയ തോതിലൊന്ന് ഇത് ഭയങ്കര സംഭവം എന്നുള്ള രീതിയിൽ പ്രതികരിച്ചിട്ടുള്ളൂ. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും കൊടുക്കരുതെന്ന് മസ്കിൻ്റെ കമ്പനിയിലുള്ള ആളുകൾ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ റിപ്പോർട്ടുകളും കണ്ടു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് മാഗ നേതാക്കളിൽ പലരും ക്രൈസ്തവ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകണമെന്നും ക്രൈസ്തവ വിശ്വാസത്തിലൊക്കെ ഉറച്ചു നിൽക്കണമെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് യൂറോപ്പിൽ ചെന്ന് അതുതന്നെയാണ് പറഞ്ഞത്, ക്രൈസ്തവ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകണം. അതുപോലെ തന്നെ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ തീവ്ര വലതുപക്ഷത്തിനും അവരെയും സെൻസർ ചെയ്യാൻ പാടില്ല. അതായത് ഈ പഴയ നാസി ആ രീതിയിലുള്ള പ്രചാരണവും ഒക്കെ അനുവദിക്കുകയാണ് വേണ്ടത്. സെൻസർഷിപ്പ് പാടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ അതിനെതിരെ യൂറോപ്പിലുള്ളവർ അതിനെതിരെയാണ് അവിടെ പല നേതാക്കളും രംഗത്ത് വന്നത്. അപ്പോൾ ഇങ്ങനെ അമേരിക്ക തന്നെ മൊത്തത്തിൽ മാറിപ്പോകുന്ന ഒരവസ്ഥ വരുന്നു. അപ്പോൾ ഈ മസ്കിൻ്റെ കാര്യത്തിൽ പറയുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ധാർമ്മികതയെപ്പറ്റി പറയുമ്പം, ക്രൈസ്തവ വിശ്വാസത്തെ പറ്റി പറയുമ്പം, ഇത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഭാഗമാണോ, അല്ലെ അനുവദനീയമായ ഒരു കാര്യമാണോ? അത് ആരെങ്കിലും ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്, മിടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും കാണുന്നത്. അതങ്ങനെ തന്നെയാണ് കാണേണ്ടതും. അതിൽ തെറ്റൊന്നുമില്ല. ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം, അതിന് മറ്റുള്ളവർക്ക് തലയിടേണ്ട യാതൊരു കാര്യവുമില്ല. അതാണ്. പക്ഷേ ഈ ധാർമ്മികത അല്ലെ ക്രൈസ്തവ പാരമ്പര്യമൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട് എന്നുള്ളതും മറക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഈ മസ്കിൻ്റെ കാര്യം പറയുമ്പം മസ്കിൻ്റെ ഫാദറിൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. അദ്ദേഹത്തിന് ഈ മസ്കിൻ്റെ ഫാദറിന് ഈയിടയ്ക്ക് ഒരു 1-2 കുട്ടികളുണ്ടായി. ഇരട്ട കുട്ടികളാണോ അങ്ങനെ കുട്ടികളുണ്ടായി. അപ്പോൾ അത് കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു മുൻ ഭാര്യ ഉണ്ടായിരുന്നു, നേരത്തെ ഒരു ഭാര്യ. അപ്പോൾ ആ ഭാര്യയെ കെട്ടുമ്പം അവർക്ക് 2 കൊച്ചുങ്ങളോ മറ്റോ ഉണ്ടായിരുന്നു, കുഞ്ഞു കൊച്ചുങ്ങൾ. അപ്പോൾ അതിലൊരു കുട്ടി പെങ്കൊച്ച് വളർന്ന് വലുതായി. ആ കുട്ടിയിലാണ് ഇപ്പം മസ്കിൻ്റെ പിതാവിന് കുട്ടി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി മസ്കിൻ്റെ സഹോദരിയായിട്ട് വരും, ഹാഫ് സിസ്റ്ററാണ്. അപ്പോൾ എന്തായാലും അവർക്ക് ഈയിടയ്ക്ക് ഒരു കുട്ടി ഉണ്ടായിരിക്കുന്നു ഇയാളിൽ. അപ്പം മസ്കിൻ്റെ അപ്പൻ പറഞ്ഞത്, ഇതൊക്കെ അല്ലാതെ വേറെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക, നമുക്ക് ചെയ്യാനിരിക്കുമ്പം ഇതൊക്കെ ചെയ്യാനുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ധാർമ്മികതയെ പറ്റിയൊക്കെ ഉള്ള ഒരു വിലയിരുത്തലിൽ ഈ പണക്കാരുടെ ധാർമ്മികതയും പാവപ്പെട്ടവരുടെ ധാർമ്മികതയും വ്യത്യസ്തമാണ്. നമ്മൾ ഇടത്തരക്കാരും പാവങ്ങളും ഒക്കെ ഒരു ധാർമ്മികത കാണുന്നു, പണമുള്ളവർ വേറൊന്ന് കാണുന്നു. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് ഇതിനെ കാണുകയും ചെയ്യാം.